ചിറകുമായി ഒരു മാലാഖ എന്ന പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം പരിചയപ്പെടുന്നത്. വിൻസെൻ്റ് വാരിയത്തച്ഛനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. തിയോ ബുക്സാണ് ഈ പുസ്തകം പ്രസാധനം ചെയ്തിരിക്കുന്നത്. 26 ധ്യാനങ്ങളാണ്, അല്ലെങ്കിൽ 26 ഓർമ്മകളാണ്, വ്യത്യസ്ത വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന 26 ഓർമ്മകളാണ് അച്ഛൻ ഈ പുസ്തകത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ബോബി അച്ഛൻ അവതാരികയിൽ പറയുന്ന വാക്കുകളെ ഞാനും ശരിവയ്ക്കുകയാണ്. ആൽമരത്തിൽ കാറ്റുപിടിക്കുന്നത് പോലെ ഒരു വായനാ അനുഭവം. ഓരോരോ ഇലകൾ ഒന്നൊന്നിനെ തൊട്ട് സൗമ്യമായി ഇളകി ആടുന്നു. മെല്ലെ മെല്ലെ ഒരു പരിവർത്തനം സാധ്യമാണോ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. ദൂരെയുള്ള നക്ഷത്രങ്ങളിലേക്കല്ല, ഏറ്റവും അരികിലത്തെ താരകത്തോട് ഏകാഗ്രമാകാനാണ് ഈ പുസ്തകത്തിൽ നിന്നുള്ള സൗമ്യമായ നിരീക്ഷണം. അടിമുടി കരിക്കുന്ന മിന്നൽ പിണരൊന്നും അയാൾ ഉദ്ദേശിക്കുന്നില്ല. നിറയെ മിന്നാമിന്നികളാണ്. ഈ പുസ്തകം നിറയെ മിന്നാമിന്നികളാണ് എന്നാണ് ബോബി അച്ഛൻ അവതാരികയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങളെക്കാൾ ഉപരി ദൈവത്തിൽ നിന്ന് തുടങ്ങി സുഹൃത്തും മാതാപിതാക്കളും എല്ലാം ഈ പുസ്തകത്തിൻ്റെ വിഷയമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ശീർഷകം എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. ചിറകുമായി ഒരു മാലാഖ. വൺ ഹു ലുക്സ് ഇൻസൈഡ് അവേക്കൻസ്, വൺ ഹു ലുക്സ് ഔട്ട്സൈഡ്സ് ഡ്രീംസ്. അകത്തേക്ക് നോക്കുന്നവൻ ഉണർന്നിരിക്കുന്നു, പുറത്തേക്ക് നോക്കുന്നവൻ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അകത്തേക്ക് നോക്കാൻ മടിയും പേടിയുമാണ് നമുക്ക്. അതിൻ്റെ കാരണവും ലളിതമാണ്. അകത്താണ്, ഉള്ളിലാണ് ദൈവം. ആ ഉള്ളിലേക്ക് നോക്കാൻ മടിയുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ആ മടിയനായി, ആ മടിയിൽ ഒതുങ്ങി നമ്മളും ഇരിക്കുകയാണ്. അകത്തുള്ള ദൈവത്തെ കണ്ടെത്തി അകത്തെ ആ ദിവ്യപ്രകാശത്തിലേക്ക് കടന്നു ചെല്ലാനാണ് ഈ പുസ്തകം ആദ്യം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം കാത്തിരിക്കുന്ന വാഗ്ദാന ദേശം ഒരുവൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിൻസെൻ്റ് അച്ഛൻ കുറിച്ചിടുകയാണ്. നമ്മൾ കാത്തിരിക്കുന്ന, ദൈവത്തെ കാത്തിരിക്കുന്ന ആ ദേശം അത് എൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന്. എങ്കിലും ഉൾവട്ടം നീളെ തെളിച്ചും ഭയം മാറ്റാൻ പാടിയും ഇച്ഛാശക്തിയുടെ ബലിഷ്ഠകരത്തിൽ മുറുകെ പിടിച്ചും യാത്ര നടത്തി എത്തേണ്ടിടത്ത് എത്തുന്നവർ ചുരുക്കം തന്നെ. ഈ യാത്രയിലേക്ക്, ഈ ഉള്ളിലേക്ക് പ്രവേശിക്കാനും ആ യാത്ര പോകാനും ആ ബലിഷ്ഠമായ കരങ്ങളിലേക്ക് ചേർത്തു പിടിക്കാനും നമ്മൾ സന്നിഹിതരാണോ എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സാധ്യമാണോ, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ആദ്യ അധ്യായത്തിൽ തന്നെ അദ്ദേഹം നമ്മോട് ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട ഒരു ചോദ്യമായി മാറുകയാണ്. നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ നീ തിരഞ്ഞു പോകുന്നുണ്ടോ? നിൻ്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെ നീ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് തന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്തകൾ ആരംഭിക്കുകയാണ്. ചിറകുമായൊരു മാലാഖയിൽ ഈ ദൈവസാന്നിധ്യ സ്മരണയിൽ നിന്നുകൊണ്ടാണ് അച്ഛൻ തൻ്റെ അക്ഷരങ്ങളെ കുറിച്ചുവിടുന്നത്. സുഹൃത്തെ, നമുക്ക് അക്കരയ്ക്ക് പോയി വരാം. 3-ാമത്തെ അധ്യായം പ്രതീക്ഷയെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ്. നമ്മൾ യാത്ര ചെയ്യേണ്ട, യാത്ര പോകേണ്ട പ്രത്യാശയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച്. എബ്രഹാം മാസ്ലോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പ്രതീക്ഷകളുടെ ചിറകിൽ പറക്കുന്നവന് വാനം വലുതാണ് എന്ന്. പ്രതീക്ഷകൾ ഒരുവൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രത്യാശ ഒരുവൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ ആകാശം, അവൻ്റെ പ്രതീക്ഷകൾ അത് വലുതായി തന്നെ ഇരിക്കുമെന്ന്. എല്ലാ പ്രഭാതത്തിലും എല്ലാവർക്കും വേണ്ടി സൂര്യൻ ഉദിക്കുന്നുണ്ട്. വെട്ടം കിട്ടാൻ ജനാലകൾ തുറക്കേണ്ടത് നമ്മളല്ലേ എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. സൂര്യൻ ഉദിക്കുന്നുണ്ട്, അത് നമ്മുടെ ജനലുകൾ വരെ വന്ന് നിൽക്കുകയാണ്. ഈ ജനൽ തുറന്നിടാൻ, ഈ ജനൽപ്പാളി തുറന്നിട്ട് ആ വെട്ടത്തെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ നമുക്ക് സാധ്യമാണോ? അത് പ്രത്യാശയുമായി അദ്ദേഹം മനോഹരമായി ഉപമിച്ചിരിക്കുകയാണ്. അടഞ്ഞുപോയ വാതിൽപ്പാളികളിലേക്കും നോക്കി നിൽക്കുകയാണ് നമ്മൾ. അടഞ്ഞ ഒരു വാതിലിനു പകരം അനേകം വാതിലുകൾ ദൈവം തന്നെ ചുറ്റിലും തുറന്നിട്ടിട്ടുണ്ട്. പക്ഷേ നാം കാണുന്നില്ലല്ലോ. ഒരു ആശങ്കയാണ് വിൻസെൻ്റ് അച്ഛൻ നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത്. അടഞ്ഞുപോയ വാതിലുകൾക്ക് പകരം നിരവധി അനവധി മറ്റു വാതിലുകൾ നമുക്ക് ചുറ്റും
തുറന്നിട്ടവനാണ് ദൈവം. ആ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് മുമ്പിൽ തരുന്നത്. അതൊരു പ്രത്യാശയുടെ ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ ഒരു വട്ടം പോലും ഈ വാതിലുകൾ തുറക്കുവാനോ ആ വാതിലുകൾ അന്വേഷിച്ചു പോകാനോ നമ്മൾ മുതിരുന്നില്ല എന്ന ഒരു ആശങ്കയാണ് എഴുത്തുകാരൻ ഇവിടെ കുറിച്ചു വയ്ക്കുന്നത്. ഇക്കരെ നിന്നും അക്കരയുടെ ഇരുട്ടിലേക്കുള്ള കുതിച്ചു ചാട്ടമാണ് വിശ്വാസം. സത്യം പറഞ്ഞാൽ വിശ്വാസം എന്നത് ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയാണ് എന്നൊക്കെ മഹാന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇതിനോട് ഒത്തിരി ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. ഇക്കരെ നിന്നും അക്കരയുടെ ഇരുട്ടിലേക്കുള്ള കുതിച്ചുചാട്ടം. ആ ആഴമായ പരന്ന വിശ്വാസത്തിലാകണം നമ്മുടെ ജീവിതം കൂടുതൽ ദൃഢമാകേണ്ടത്. ഇരുട്ടിലേക്ക് എടുത്തു ചാടുമ്പോൾ എന്നും അറിയുക, ഒന്നെങ്കിൽ ദൈവം നമ്മെ കൈകളിൽ താങ്ങും. ദൈവം നമ്മെ കൈകളിൽ താങ്ങുമെന്നുള്ള ഒരുവൻ്റെ വിശ്വാസം, അതാണ് ഇരുട്ടിൽ നിന്നും അല്ലെങ്കിൽ ഒരു വശത്തു നിന്നും അക്കരയ്ക്ക് എടുത്തു ചാടുന്നവൻ്റെ ഉള്ളിലുണ്ടാകേണ്ട ആ ദൃഢമായ ആഴമായ വിശ്വാസം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ പറക്കാൻ പഠിപ്പിക്കും. സുഹൃത്തെ, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രത്യാശയുടെ കുറിപ്പ് ഇദ്ദേഹം അവസാനിപ്പിക്കുന്നത്. പലപ്പോഴും ജനലുകൾ തുറന്നിടാൻ മടിക്കുന്ന, എടുത്തു ചാടാൻ മടിക്കുന്ന, അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ മടിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ പ്രതിനിധികളായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും ആഴപ്പെടാൻ എഴുത്ത്, ഈ അക്ഷരങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യാശയുടെ ഈ അക്ഷരക്കൂട്ട് മനോഹരമായിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് പ്രിയ ചങ്ങാതി എന്ന് നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അതിങ്ങനെയാണ്: പ്രിയ ചങ്ങാതി, കരച്ചിൽ നിർത്തുക, ഇനി പരിഭവം പറയാതിരിക്കുക. നീ ഭാരമായി കരുതുന്ന പലതും ഭാരങ്ങളേയല്ല. നിന്റെ ഭാരങ്ങൾ സത്യത്തിൽ ഭാരം താങ്ങികളായിരുന്നു. നന്ദി ദൈവമേ, ഭാരങ്ങൾ തന്നതിന് നന്ദി. ഇനിയും തരാൻ മറക്കരുത്, മടിക്കരുത്. പലപ്പോഴും വിശ്വാസത്തിൻ്റെ ജീവിതത്തിലും പ്രത്യാശയുടെ ജീവിതത്തിലും നമ്മെ പിടിച്ചു നിർത്തുന്നത് ഈ ഭാരങ്ങളാണ്. അല്ലെങ്കിൽ നാം തുറക്കാതെ വെച്ചിരിക്കുന്ന, അടച്ചിട്ടിരിക്കുന്ന വാതിലുകളും ജനലുകളുമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളായി മാറുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെ അവസാനിക്കുന്നത്: പ്രിയ ചങ്ങാതി, കരച്ചിൽ നിർത്തുക, ഇനി നീ പരിഭവം പറയരുത്. നീ ഭാരമായി കരുതുന്ന പലതും നിൻ്റെ ഭാരങ്ങളേയല്ല. നിൻ്റെ ഭാരങ്ങൾ സത്യത്തിൽ ഭാരം താങ്ങികളായിരുന്നു. നന്ദി ദൈവമേ, ഭാരങ്ങൾ തന്നതിന് നന്ദി. ഇനിയും ഭാരങ്ങൾ തരിക. അത് നിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യാശയുടെ തുറവികളായി മാറുകയാണ്. ആ ജനൽപ്പാളികൾ തുറക്കാനുള്ള അവസരങ്ങളായി മാറുകയാണ്. വ്യത്യസ്തമായി തോന്നിയ ഒരു ശീർഷകം 6-ാം അധ്യായത്തിൻ്റെതാണ്. ഹൃദയത്തിൽ ക്ലാവുണ്ടോ? ഹൃദയത്തിൽ ക്ലാവുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം ധ്യാനപൂർവം പഠിക്കാനെത്തുന്ന യുവാക്കളോട് യഹൂദ റബ്ബിമാർ ചോദിച്ചിരുന്ന ചോദ്യമാണിത്: ഹൃദയത്തിൽ ക്ലാവുണ്ടോ എന്ന്. ക്ലാവെന്നാൽ കലർപ്പെന്നും കപടതയെന്നും അർത്ഥം. ഉള്ളിലെ ചത്തുചീഞ്ഞ ഭാവങ്ങളൊക്കെ വെടിഞ്ഞാൽ മാത്രമേ നേരായ ദൈവത്തെ അറിയാനാവൂ. അതിനാലാണ് ഈ ചോദ്യം: ഹൃദയത്തിൽ ക്ലാവുണ്ടോ? പരസ്പരം ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയല്ലേ ഇത്? കൂട്ടുകാരനോടും കൂട്ടുകാരിയോടും ചോദിക്കേണ്ട ചോദ്യം തന്നെയല്ലേ ഇത്? ഹൃദയത്തിൽ ക്ലാവുണ്ടോ? കപടതയുടെ പല വർണ്ണ കുപ്പായങ്ങളെല്ലാം അഴിച്ചു കളഞ്ഞ് നഗ്നനായി വരിക. ദൈവത്തെ അറിയാം. ദൈവത്തെ അറിയണമെങ്കിൽ കപടതയുടെ ജീവിതത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു വെച്ച് നഗ്നനായി നീ വരിക. അവിടെയാണ് നിനക്ക് ദൈവത്തെ അറിയാൻ പറ്റുന്നത്. സഹോദര, ഹൃദയത്തിൽ ക്ലാവുണ്ടോ? പരസ്പരം നമുക്ക് ചോദിക്കാം, നമ്മോട് തന്നെ ചോദിക്കാം: ഹൃദയത്തിൽ ക്ലാവുണ്ടോ? കപടതയുണ്ടോ? ആ കപടതയുണ്ടെങ്കിൽ കപടതകളുടെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു വച്ച് ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം. ഈ പുസ്തകത്തിലെ മനോഹരമായി തോന്നിയ ഒരു വരി അല്ലെങ്കിൽ ഒരു വീക്ഷണം, അത് വിൻസെൻ്റ് അച്ഛൻ കുറിച്ചിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിപ്രകാരമാണ്: ലോകത്തിൻ്റെ കപട ഹൃദയത്തിലെ വിഷവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പാമ്പേ, നിൻ്റെ വിഷം ഒന്നുമല്ല. ലോകത്തിൻ്റെ കപട ഹൃദയത്തിലെ വിഷവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പാമ്പേ, നിൻ്റെ വിഷം ഒന്നുമല്ല. സത്യമല്ലേ? ഈ ലോകത്ത് ഇന്ന് നാം കാണുന്ന കപടതകളെല്ലാം ഒന്ന്
ഗുണിച്ചും ഹരിച്ചും കൂട്ടിയുമൊക്കെ നോക്കുമ്പോൾ പാമ്പിൻ്റെ വിഷം, ഉഗ്രസർപ്പത്തിൻ്റെ വിഷം ഒന്നുമല്ല. അതൊന്നും തന്നെ അല്ലാതായി തീരുകയാണ്. അത്രമാത്രം കൊടിയ വിപത്തുകളിലൂടെ, കൊടിയ കപടതകളിലൂടെ നാം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കപട ജീവിതത്തിൽ നിന്ന്, കപട മുഖങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നല്ല ജീവിതം, നല്ല വസ്ത്രമണിയാൻ നമുക്ക് പറ്റുമെങ്കിൽ ഉറപ്പായും നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും, എൻ്റെ ഹൃദയത്തിൽ ക്ലാവില്ല എന്ന്, എൻ്റെ ഹൃദയത്തിൽ ഒട്ടും ക്ലാവ് പതിഞ്ഞിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, കാപട്യത്താൽ ഞാൻ നഷ്ടപ്പെടുത്തുക എൻ്റെ സ്വർഗം തന്നെയല്ല, എന്നെ ഞാൻ എൻ്റെ പറുദീസായിൽ നിന്നും പടിയിറക്കുകയാണ്, ക്ഷമിക്കണമേ. ദൈവമേ, കാപട്യത്താൽ ഞാൻ നഷ്ടപ്പെടുത്തുക എൻ്റെ സ്വർഗം മാത്രമല്ല, എന്നെ ഞാൻ എൻ്റെ പറുദീസായിൽ നിന്നും പടിയിറക്കുകയാണ്, ക്ഷമിക്കുക. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. കപടത എൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറക്കി കളയുന്നത് സ്വർഗം മാത്രമല്ല, പറുദീസ കൂടിയാണ്. ഓർക്കുക, സ്വർഗം മാത്രമല്ല, പറുദീസ കൂടിയാണ്. അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ ആരംഭിക്കുന്നത് ഒരു കഥയോടുകൂടിയാണ്. മഴ മാറി നിന്നൊരു നാട്ടിൽ വറുതിയാൽ വലഞ്ഞ ആളുകൾക്ക് വേണ്ടി ഒരു അമ്മ മഴമേഘമായി മാറിയത്രേ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മ മഴമേഘമായി ആകാശത്തേക്ക് തെന്നി നീങ്ങിയത്രേ. പിന്നെ അമ്മ മഴത്തുള്ളികളായി അവരിലേക്ക് പെയ്തിറങ്ങിയത്രേ. ഈ കഥ വായിച്ചാൽ പിന്നെ മഴ കാണുമ്പോഴൊക്കെ അമ്മമാരെ ഓർമ്മിക്കും. കുഞ്ഞ് ആദ്യം നുകർന്ന വെള്ളത്തുള്ളിയാണ് അമ്മ. കുഞ്ഞ് ആദ്യം തിന്ന അപ്പമാണ് അമ്മ. കുഞ്ഞ് അന്തിയുറങ്ങിയ ആദ്യ വീടാണ് അമ്മ. അമ്മയപ്പം എന്നാണ് ഈ അധ്യായത്തിൻ്റെ ശീർഷകം. ഓരോ കുഞ്ഞും അമ്മയെ ഭക്ഷിച്ചല്ലേ പുറത്തേക്ക് വരുന്നത്. ഓരോ കുഞ്ഞും അമ്മയുടെ ഉദരത്തിൽ അന്തിയുറങ്ങിയല്ലേ പുറത്തേക്ക് വരുന്നത്. ഓരോ കുഞ്ഞും അമ്മയെ നുകർന്നല്ലേ പുറത്തേക്ക് വരുന്നത്. അമ്മമാരെക്കുറിച്ച് എത്ര ദീപ്തമായ ഓർമ്മകളിലൂടെയാണ് അദ്ദേഹം നമ്മെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും അമ്മമാരെ വിസ്മരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന് ഇദ്ദേഹവും ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന മിക്ക രചനകളിലും ഓരോ എഴുത്തുകാർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഈ അമ്മ വിചാരങ്ങളെക്കുറിച്ചാണ്. മിക്ക എഴുത്തുകാരിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ അമ്മ ബിംബങ്ങളാണ്. എല്ലാവരിലും തന്നെ ഈ അമ്മയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ എന്ന് തിരിച്ചു പോകുമെന്നുള്ള ഓർമ്മിപ്പിക്കലൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ ബിംബം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അമ്മ വീടൊഴിഞ്ഞു പോകുമ്പോൾ വീടു തന്നെയല്ലേ നടന്നു നീങ്ങുന്നത് എന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമ്മ മരിച്ച ഇടങ്ങളൊക്കെ വീടില്ലാത്ത, ആത്മാവില്ലാത്ത ഇടങ്ങളായി മാറുകയാണ്. വീടെപ്പോഴാണ് വീടാകുന്നത്? അത് അമ്മയുടെ ആത്മാവുള്ളപ്പോഴാണ്, അമ്മയുടെ ഇടപെടലുകൾ ഉള്ളപ്പോഴാണ്, അമ്മയുടെ സ്നേഹമുള്ളപ്പോഴാണ്, അമ്മയുടെ അടുക്കളയുള്ളപ്പോഴാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കുറിക്കുന്നത്, അമ്മ വീടൊഴിഞ്ഞു പോകുമ്പോൾ വീടു തന്നെയല്ലേ നടന്നു നീങ്ങുന്നത് എന്ന്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, പൊതിഞ്ഞു വച്ച ചോറാണ് അമ്മ. ഈ അധ്യായം മുഴുവൻ അമ്മയെക്കുറിച്ചുള്ള നിരവധി അനവധി ബിംബങ്ങളാണ്. പൊതിഞ്ഞു വച്ച ചോറാണ് അമ്മ, മൂടി വച്ച ചോറ്. വിശക്കുന്നവനെ പ്രതീക്ഷിക്കുകയാവാം എന്ന് കവി കുറിക്കുന്നുണ്ട്. വിശക്കുന്നവനെ പ്രതീക്ഷിച്ച് മൂടി വച്ച ചോറ്. വിശപ്പൊരിക്കലുമടങ്ങാത്ത ഞങ്ങൾക്ക് വേണ്ടി ചോറായി മാറി കാത്തിരിക്കുന്ന അമ്മേ, നിന്നെ തിന്നാനല്ലാതെ നിനക്കെന്തെങ്കിലും തരാൻ ഞങ്ങൾക്കാവുന്നില്ലല്ലോ എന്നാണ് ഇപ്പോൾ ദുഃഖം. കവി കുറിക്കുന്നതാണ്. നിന്നെ തിന്നാനല്ലാതെ നിനക്കെന്തെങ്കിലും തരാൻ ഞങ്ങൾക്കാവുന്നില്ലല്ലോ എന്നതാണ് ഇന്നത്തെ ഞങ്ങളുടെ ദുഃഖം. അതുകൊണ്ട് അച്ഛൻ എഴുതുകയാണ്, ഒടുങ്ങാത്ത വിശപ്പാലും ഒടുക്കാത്ത ദാഹത്താലും വലയുന്നതിനാൽ നിനക്ക് വിശപ്പുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ മറന്നു പോകുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കാതെ തന്നെ എനിക്ക് വിശപ്പില്ല മക്കളെ എന്ന് നീ പറയുമ്പോൾ ഞങ്ങൾ വിസ്മയിക്കുന്നുണ്ട്. ദൈവമേ, മറവി രോഗമാണ് മൊത്തത്തിലെന്ന് അച്ഛൻ ആത്മകഥം പറയുകയാണ്. ലോകത്തിലെ എല്ലാ മക്കൾക്കും മറവി രോഗം തന്നെയുണ്ട്. സത്യമല്ലേ? പലപ്പോഴും നമ്മുടെ അമ്മമാരെ
നമ്മുടെ അപ്പന്മാരെ ധ്യാനിക്കാതെ, അവരെ ഓർമ്മിക്കാതെ, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാതെ കടന്നു പോകുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ മറവി ഒരു രോഗമായി മാറുകയാണ്. മറവിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ രോഗം. വേണ്ടതെല്ലാം മറക്കുകയും വേണ്ടാത്തതെല്ലാം ഓർത്തിരിക്കുകയും ചെയ്യുന്ന ഇന്ന് അമ്മയെ മറക്കാൻ എന്നെ ഇടയാക്കല്ലേ എന്ന പ്രാർത്ഥനയുമുണ്ട്. മരുഭൂമി ഒരു പാട്ടുപാടി മരങ്ങളെക്കുറിച്ച്, മരങ്ങളെ പ്രണയിച്ച മനുഷ്യരെക്കുറിച്ച്, മനുഷ്യരുടെ പച്ചപ്പുകളെക്കുറിച്ച്. പിന്നെ ഒരു ഹൃദയം പിടഞ്ഞു പറഞ്ഞു, മരങ്ങളും മനുഷ്യരും ഇല്ലാതായി. പിന്നെ മരുഹൃദയം നിലച്ചുപോയി. നിലച്ചു തുടങ്ങുന്ന മരുഹൃദയത്തിൻ്റെ പാട്ട് എന്നെ അസ്വസ്ഥനാക്കുന്നു. എഴുത്തുകാരൻ പറയുകയാണ്, റിട്ടേൺ ടു ദ നേച്ചർ. ദൈവത്തെ മാറ്റി നിർത്തിയതുപോലെ, അമ്മയെ മാറ്റി നിർത്തിയതുപോലെ, സഹോദരനെ, സഹോദരിയെ, ഉറ്റവനെ, ഉടയവനെയൊക്കെ മാറ്റി നിർത്തിയതുപോലെ പ്രകൃതിയെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. പ്രകൃതിയുടെ താളത്തെ, അതിൻ്റെ ഭാവത്തെയൊക്കെ എന്നേ നാം പടിയിറക്കി വിട്ടിരിക്കുന്നു. ആ താളത്തെ, ആ ഭാവത്തെയൊക്കെ തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വിൻസെൻ്റ് അച്ഛൻ പ്രകൃതിയുടെ സ്നേഹത്തിലൂടെ, അല്ലെങ്കിൽ മരുഭൂമി ഒരു പാട്ടുപാടി എന്ന കുറിപ്പിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഊന്നി പറയുകയാണ്, റിട്ടേൺ ടു ദ നേച്ചർ. പ്രകൃതിയുടെ ശുദ്ധിയിലേക്കും നൈസർഗിക താളത്തിലേക്കും ദൈവിക ഭാവത്തിലേക്കും മടങ്ങിപ്പോകുക. ഹേ ഭൂമി, ഞാൻ നിന്നിൽ നിന്നും വെട്ടിയും കുഴിച്ചും എന്തുതന്നെ എടുക്കുന്നുവോ അവയെല്ലാം വേഗത്തിൽ തഴച്ചു വളരുമാറാകട്ടെ. ഞാൻ അവിടുത്തെ മർമ്മങ്ങളെ പിളർക്കാതിരിക്കട്ടെ, ഹൃദയത്തെ മുറിപ്പെടുത്താതിരിക്കട്ടെ. ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട, ഓർമ്മിക്കേണ്ട ഒരു പാഠമാണിത്. പ്രകൃതിയുടെ ഹൃദയത്തെ മുറിപ്പെടുത്താതിരിക്കട്ടെ. ആ ഭാവങ്ങളെ, പ്രകൃതിയുടെ മർമ്മങ്ങളെ പിളർത്താതിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ പ്രകൃതിയെ നാം സ്നേഹിക്കുകയാണ്, ദൈവത്തെ നാം സ്നേഹിക്കുകയാണ്. ഈ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളും സസ്യജന്തുക്കളുമെല്ലാം നമ്മളുടെ സ്നേഹത്തിലേക്ക്, നമ്മളുടെ സ്നേഹം കൊതിക്കുന്ന ഇടങ്ങളായൊക്കെ മാറി നിൽക്കുന്നുണ്ട് എന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ വ്യത്യസ്തമായി തോന്നിയ ഒരു പദമാണ് റക്കുണത്തി. ഈ അധ്യായത്തിലൂടെ വളരെ വ്യത്യസ്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് വിൻസെൻ്റ് അച്ഛൻ നമുക്ക് തരുന്നത്. എന്താണ് റക്കുണത്തി? ലക്ഷദ്വീപിലെ ജസിരിയ ഭാഷയിലെ സുന്ദരമായ ഒരു പദപ്രയോഗമാണിത്. ഉറക്കമുണർത്തി എന്ന് വിപുലമായ അർത്ഥം. ഉറക്കമുണർത്തുക. അലാറം ക്ലോക്കിനെ ലക്ഷദ്വീപുകാർ വിളിക്കുന്ന പേരാണിത്, റക്കുണത്തി. നമുക്കും ഒരു റക്കുണത്തിയുടെ ആവശ്യമുണ്ട് എന്ന് എഴുത്തുകാരൻ പറയുകയാണ്. ഉറക്കത്തിൽ നിന്ന് കുലുക്കി വിളിച്ചുണർത്തി ഓർമ്മകൾ തരാൻ. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും ഈ റക്കുണത്തിയുടെ ഒരു ആവശ്യകത ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ട്. പല തത്വചിന്തകരും ദൈവശാസ്ത്ര ചിന്തകരുമൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിചാരമാണിത്. ഗോ ടു ദ പാസ്റ്റ്, ഗോ ടു ദ മെമ്മറീസ്. ഓർമ്മകളിലേക്ക് ഒരു യാത്ര പോകണമെന്ന്. ഓർമ്മകളിലെവിടെയോ തഴച്ചു വളരാൻ പാകത്തിൽ നല്ല പ്രാർത്ഥനകളും ധ്യാനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. വളർത്തിയെടുക്കാൻ, അടർത്തിയെടുക്കാൻ പാകത്തിൽ നിരവധി അനുഭവങ്ങളുടെ ഒരു കൂട്ടം, ഒരു നിധി ആ ഓർമ്മകളിലെവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തത്വചിന്തകരായ പ്ലേറ്റോയൊക്കെ പറഞ്ഞു വയ്ക്കുന്നതും ഗോ ടു ദ പാസ്റ്റ്, ഗോ ടു ദ മെമ്മറീസ്. ആ തരത്തിൽ നമ്മുടെ ഓർമ്മകളെ അനുഭവങ്ങളിലേക്ക് കടത്തിവിട്ടാൽ അത് പ്രാർത്ഥനകളായി വഴിമാറുമെന്നാണ് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു റക്കുണത്തി അനുഭവം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കുലുക്കി വിളിച്ചുണർത്തേണ്ട ഒരു അനുഭവം ആവശ്യമാണ് എന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വഴിനീളെ കൃപയായിരുന്നു. മഴയത്ത് കുട ചൂടിത്തന്നവർ, വെയിലത്ത് തണലായി നിന്നവർ, വിശന്നപ്പോൾ പാധേയമായവർ, നനച്ചിരിക്കാതെ പറന്നിറങ്ങിയ 100 കാവൽ മാലാഖമാർ. ഇവർ ഇറ്റിറ്റു നൽകിയ തീർത്ഥഗണങ്ങൾ ചേർത്ത് വച്ചാൽ ഈ ജീവിതമായി എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ നല്ല ഓർമ്മകളിലേക്ക്
നല്ല അനുഭവങ്ങളിലേക്ക് യാത്ര പോകേണ്ട, ഓർമ്മിച്ചെടുക്കേണ്ട, ആ അനുഭവങ്ങളെ ധ്യാനമാക്കേണ്ട ആ നല്ല നിമിഷങ്ങളെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ദൈവമേ, ഞാനും നീയും ഒന്നു ചേരുന്നതിന് ഒരു തടസ്സമേ ഉള്ളൂ, ഞാനെന്ന തടസ്സം. ഞാൻ അപ്രത്യക്ഷനായാൽ പിന്നെ നീ മാത്രമേ എന്നിലുള്ളൂ. ദൈവമേ, ഞാനും നീയും ഒന്നു ചേരുന്നതിന് ഒറ്റ തടസ്സമേ ഉള്ളൂ, ഞാനെന്ന ഈ തടസ്സം. ആ ഞാൻ അപ്രത്യക്ഷനായാൽ പിന്നെ നീ മാത്രം, ദൈവം. എത്ര സുന്ദരമായ വരികളാണ്. ഞാനും ദൈവവും തമ്മിലുള്ള ആ ഒത്തുചേരലിൽ ഞാനെന്ന ഭാവം മാറുമ്പോൾ ദൈവം എന്ന ആ ദിവ്യ സാന്നിധ്യം നിഴലിക്കുകയാണ്. ക്രിസ്തുവിനിൽ കൂടിക്കൂടി വരികയും ചെയ്യുമ്പോൾ ഞാൻ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങുന്നുവെന്ന് പറഞ്ഞു വെച്ചത് ചാൾസ് ബെർമിയോയാണ്. പൗലോസ്ലീഹായുടെയൊക്കെ വരികളോട് ചേർന്ന് നിൽക്കുന്ന വരികൾ. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ. ചിറകുമായി ഒരു മാലാഖ എന്ന ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ചിറകുകളില്ലാതെ ചിറകുകൾ ഒടിഞ്ഞു നിൽക്കുന്നവർക്ക് ഒരു ചിറക് സമ്മാനിക്കുന്നുണ്ട്. ഇതിലെ ഈ പുസ്തകത്തിലൂടെ കടന്നു വന്ന അക്ഷരക്കൂട്ടുകളെല്ലാം അത് അമ്മബിംബത്തിലൂടെയും ദൈവസാന്നിധ്യത്തിലൂടെയും പ്രകൃതിയിലൂടെയും കൂട്ടുകാരനിലൂടെയും ഒക്കെ കടന്നു വന്ന നല്ല ബിംബങ്ങൾ ഒരു ചിറക് സമ്മാനിക്കുന്നുണ്ട്. ആ ചിറക് നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്തു വെച്ച് പറക്കാനായാൽ അവിടെയാണ് ഈ പുസ്തകത്തിൻ്റെ സാക്ഷാത്കാരം. അവിടെയാണ് ഈ അക്ഷരങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ബിംബങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലുകളും ഓരോ ധ്യാനങ്ങളായി മാറുന്നു. ഈ ധ്യാനങ്ങൾ അവസാനിച്ച് ചിറകുകൾ ധരിച്ച് വിശാലമായ ആകാശത്തിലേക്ക് പറക്കാൻ വിൻസെൻ്റ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുസ്തകമടയ്ക്കുമ്പോൾ ഏറ്റവും ശക്തമായി തന്നെ നമുക്ക് പറയാൻ പറ്റും, ഏറ്റവും ഉചിതമായ ശീർഷകം തന്നെയാണ് ഈ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നത്. ചിറകുമായി ഒരു മാലാഖ. ചിറകുമായി ഒരു മാലാഖ നമ്മുടെ കൂടെയുണ്ട്. ചിറകുമായി ഒരു മാലാഖ നമ്മെ കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പിലേക്ക്, ആ ഉള്ളിലേക്ക് നമുക്ക് കടന്ന് ദൈവത്തെ അന്വേഷിക്കാം. ആ കാത്തിരിപ്പ് ദൈവവും നമ്മുടെ ജീവിതത്തിൽ നിന്നും വെച്ചു പുലർത്തുന്നുണ്ട്.